ഇന്നത്തെ വീഡിയോ CBSE 10ാം ക്ലാസ്സിലെ 4th ചാപ്റ്റർ ക്വാഡ്രാറ്റിക് ഇക്വേഷൻസ് എന്ന ചാപ്റ്ററിലെ കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ്. ആദ്യം ചെയ്യുന്നത് എക്സസൈസ് 4.1ലെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ. ഇതിൽ 8 സബ് ക്വസ്റ്റ്യൻസ് ഉണ്ട്. അത് ഓരോന്നായിട്ട് നമുക്ക് ചെയ്യാം. ഇതിൽ ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ചെക്ക് വെദർ ദ ഫോളോയിങ് ആർ ക്വാഡ്രാറ്റിക് ഇക്വേഷൻസ്. ക്വാഡ്രാറ്റിക് ഇക്വേഷൻ ആണോ അല്ലയോ എന്ന് നമുക്ക് തരുന്ന ഇക്വേഷനെ ചെക്ക് ചെയ്യുക. ഇക്വേഷനെ നമ്മൾ ഈ തന്നിരിക്കുന്ന ഫോമിൽ എക്സ്പാൻഡ് ചെയ്ത് നോക്കുക. അപ്പോൾ അത് സെക്കൻഡ് ഡിഗ്രി ആണോ, ഇത് ക്വാഡ്രാറ്റിക് ആണോ എന്ന് വെച്ചാൽ എക്സ് സ്ക്വയർ എന്നൊരു ടേം അതിലുണ്ടോ. എക്സ് സ്ക്വയർ എന്ന ടേം ഉണ്ടെങ്കിൽ അത് ക്വാഡ്രാറ്റിക് ആയിരിക്കും, സെക്കൻഡ് ഡിഗ്രി ആയിരിക്കും. ഇനി എക്സിന്റെ ടേം മാത്രമേ ഉള്ളെങ്കിൽ അത് ക്വാഡ്രാറ്റിക് ഇക്വേഷൻ ആയിരിക്കില്ല. അപ്പോൾ അത് ചെക്ക് ചെയ്യുക. അപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ, എക്സ് പ്ലസ് 1 ഹോൾ സ്ക്വയർ ഈക്വൽ ടു 2 ഇൻറ്റു എക്സ് മൈനസ് 3. നമുക്ക് ചെയ്ത് നോക്കാം. അപ്പോൾ നമ്മുടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ, എക്സ് പ്ലസ് 1 ഹോൾ സ്ക്വയർ ഈക്വൽ ടു 2 ഇൻറ്റു എക്സ് മൈനസ് 3. ഇത് നമുക്ക് എക്സ്പാൻഡ് ചെയ്യാം. അപ്പോൾ ആദ്യം ലെഫ്റ്റ് സൈഡിൽ എക്സ് പ്ലസ് 1 ഹോൾ സ്ക്വയർ, ഇത് എക്സ് പ്ലസ് വൈ ഹോൾ സ്ക്വയർ അല്ലെങ്കിൽ എ പ്ലസ് ബി ഹോൾ സ്ക്വയർ എന്ന ഇക്വേഷന്റെ ഫോമിലാണുള്ളത്. എക്സ് പ്ലസ് 1 ഹോൾ സ്ക്വയറിനെ എക്സ്പാൻഡ് ചെയ്യുമ്പോൾ എക്സ് സ്ക്വയർ പ്ലസ് 2xy അല്ലെങ്കിൽ 2ab എന്നുള്ള ഫോമിലാണ് മിഡിൽ ടേം കിട്ടുന്നത്. അപ്പോൾ 2 ഇൻറ്റു എക്സ് ഇൻറ്റു 1, അതായത് 2x പ്ലസ് 1 സ്ക്വയർ 1 ഈക്വൽ ടു, ഇനി ഇതിനെ സാധാരണ a ഇൻറ്റു ബി പ്ലസ് സി എന്ന ഫോമിൽ ചെയ്യും. ഈ 2 കൊണ്ട് ബ്രാക്കറ്റിലെ രണ്ട് ടേമിനെയും മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പോൾ 2 ഇൻറ്റു എക്സ് 2x മൈനസ് 2 ഇൻറ്റു 3 2 ഇൻറ്റു എക്സ് മൈനസ് 3 2x മൈനസ് 6 എന്ന് കിട്ടി. ഇനി വേരിയബിളിനെ എല്ലാം ഒരു സൈഡിൽ കൊണ്ടുപോകാം. നമുക്ക് എ എക്സ് സ്ക്വയർ പ്ലസ് ബി എക്സ് പ്ലസ് സി ഈക്വൽ ടു 0. ഇതാണ് ക്വാഡ്രാറ്റിക് ഇക്വേഷന്റെ ഫോർമുല, സ്റ്റാൻഡേർഡ് ഫോം. ആ ഫോമിലേക്ക് ഇതിനെ മാറ്റി നോക്കാം. അപ്പോൾ ഇവിടെ എക്സ് സ്ക്വയറിന്റെ ടേം, എക്സ് സ്ക്വയർ അവിടെ ഉണ്ട്, എക്സ് സ്ക്വയർ പ്ലസ് 2x ഇവിടെ തന്നെ എഴുതി. ഇനി ഈ സൈഡിൽ എക്സിന്റെ ടേം ഉണ്ട്, അതിനെ ലെഫ്റ്റ് സൈഡിലേക്ക് കൊണ്ടുവന്നു, മൈനസ് 2x. ഇവിടെ പോസിറ്റീവ് ആണ് 2x, അതുകൊണ്ട് ലെഫ്റ്റ് സൈഡിൽ വന്നപ്പോൾ മൈനസ് ആയി, മൈനസ് 2x. ഇനി അവിടെയുള്ള പ്ലസ് 1 എഴുതി, പ്ലസ് 1. ഇനി ഇവിടെയുള്ള മൈനസ് 6നെ ലെഫ്റ്റ് സൈഡിലേക്ക് കൊണ്ടുവരുന്നു, അപ്പോൾ അത് പ്ലസ് 6 ആയി, ഈക്വൽ ടു 0 എന്ന് എഴുതി. ഇനി എക്സ് സ്ക്വയർ പ്ലസ് 2x മൈനസ് 2x 0 ആണ്. ഞാൻ സ്റ്റാൻഡേർഡ് ഫോമിൽ എഴുതാൻ വേണ്ടി 0x എന്ന് എഴുതുന്നു, അത് എഴുതിയില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. 0x പ്ലസ് 1 പ്ലസ് 6 7 ഈക്വൽ ടു 0. അപ്പോൾ ഇത് ക്വാഡ്രാറ്റിക് ഇക്വേഷൻ സ്റ്റാൻഡേർഡ് ഫോമിലാണ്. അപ്പോൾ ഇവിടെ ഇറ്റ് ഈസ് ദ ഫോം ഓഫ് എക്സ് സ്ക്വയർ പ്ലസ് ബി എക്സ് പ്ലസ് സി ഈക്വൽ ടു 0. അതായത് ക്വാഡ്രാറ്റിക് ഇക്വേഷന്റെ ഫോമിലാണ് നമുക്ക് ഈ ഇക്വേഷൻ കിട്ടിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇതൊരു ക്വാഡ്രാറ്റിക് ഇക്വേഷൻ. ദ ഗിവൺ ഇക്വേഷൻ ഈസ് എ ക്വാഡ്രാറ്റിക് ഇക്വേഷൻ. ഇനി ഇതിലെ സെക്കൻഡ് ക്വസ്റ്റ്യൻ, എക്സ് സ്ക്വയർ മൈനസ് 2x ഈക്വൽ ടു മൈനസ് 2 ഇൻറ്റു 3 മൈനസ് എക്സ്. ഇവിടെ എക്സ് സ്ക്വയർ മൈനസ് 2x ഈക്വൽ ടു മൈനസ് 2 ഇൻറ്റു 3 മൈനസ് എക്സ്. ലെഫ്റ്റ് സൈഡിനെ ഒന്നും ചെയ്യേണ്ട, കാരണം എക്സ്പാൻഡ് ചെയ്ത ഫോമിൽ തന്നെയാണ് അതുള്ളത്. ഇനി റൈറ്റ് സൈഡിൽ ഈ മൈനസ് 2 കൊണ്ട് ഈ 3നെയും മൈനസ് 2 കൊണ്ട് ഈ എക്സിനെയും മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പോൾ എക്സ് സ്ക്വയർ മൈനസ് 2x ഈക്വൽ ടു മൈനസ് 2 ഇൻറ്റു 3 മൈനസ് 6 മൈനസ് 2 ഇൻറ്റു മൈനസ് എക്സ് പ്ലസ് 2x. അപ്പോൾ എല്ലാത്തിനെയും ഒരു സൈഡിലേക്ക് കൊണ്ടുവരാം, ഈക്വൽ ടു 0 എന്ന് എഴുതാം. അപ്പോൾ ഇവിടെ എക്സ് സ്ക്വയർ മൈനസ് 2x, ഇവിടുത്തെ 2xനെ എപ്പോഴത്തേക്ക് കൊണ്ടുവന്നു, മൈനസ് 2x മൈനസ് 6നെ ലെഫ്റ്റ് സൈഡിലേക്ക് കൊണ്ടുവരുന്നു, പ്ലസ് 6 ഈക്വൽ ടു 0. അപ്പോൾ എക്സ് സ്ക്വയർ മൈനസ് 4x പ്ലസ് 6 ഈക്വൽ ടു 0. അപ്പോൾ ഇത് എക്സ് സ്ക്വയർ പ്ലസ് ബി എക്സ് പ്ലസ് സി ഈക്വൽ ടു 0 എന്ന ഫോമിലാണ്. അപ്പോൾ ഇറ്റ് ഇസ് എ ഫോം ഓഫ് എക്സ് സ്ക്വയർ പ്ലസ് ബി എക്സ് പ്ലസ് സി. Therefore, the given equation is a quadratic equation. ഇതിലെ തേർഡ് ക്വസ്റ്റ്യൻ, എക്സ് മൈനസ് 2 ഇൻറ്റു എക്സ് പ്ലസ് 1 ഈക്വൽ ടു എക്സ് മൈനസ് 1 ഇൻറ്റു എക്സ് പ്ലസ് 3. എക്സ് മൈനസ് 2 ഇൻറ്റു എക്സ് പ്ലസ് 1 ഈക്വൽ ടു എക്സ് മൈനസ് 1 ഇൻറ്റു എക്സ് മൈനസ് 3. അപ്പോൾ ഇവിടെ ഈ എക്സ് ഇൻറ്റു ഈ എക്സിനെ ചെയ്യുക, ഈ എക്സ് ഇൻറ്റു ഈ 1 ചെയ്യുക. അപ്പോൾ എക്സ് ഇൻറ്റു എക്സ്, എക്സ് സ്ക്വയർ
പ്ലസ് എക്സ് ഇൻറ്റു 1 എക്സ്. ഇനി -2 ഇൻറ്റു എക്സ് ചെയ്യുക, അതുപോലെ -2 ഇൻറ്റു 1 ചെയ്യുക. അപ്പോൾ -2 ഇൻറ്റു എക്സ് -2x, -2 ഇൻറ്റു 1 -2. ഇവിടെയും ഇതേപോലെ തന്നെ ചെയ്യാം. എക്സ് ഇൻറ്റു എക്സ് എക്സ് സ്ക്വയർ, എക്സ് ഇൻറ്റു +3 +3x, -1 ഇൻറ്റു എക്സ് -x, -1 ഇൻറ്റു +3 -3. ഇനിയെല്ലാം ഒരു സൈഡിലേക്ക് കൊണ്ടുവരാം. വേണേൽ ഇവിടെ തന്നെ കട്ട് ചെയ്ത് കളയാം. സൈഡിലേക്ക് കൊണ്ടുവന്ന് വിശദീകരിച്ച് എഴുതിയേക്കാം. അപ്പോൾ ഇവിടെ എക്സ് സ്ക്വയർ ഇപ്പുറത്തെ എക്സ് സ്ക്വയറിനെ കൊണ്ടുവന്നു -x². ഇവിടെ തന്നെ ആൻസർ ആയി. പക്ഷെ നമുക്ക് ബാക്കി കൂടെ എഴുതി വെച്ചിട്ട് നമുക്ക് പ്രൂവ് ചെയ്യണമല്ലോ. ഇനി എക്സിന്റെ ടേം +x -2x ഇവിടെ ഉണ്ട്. ഇവിടെയുള്ള 3x - x, അപ്പോൾ -3x +x ആയി. ഇവിടെ -2 ഉണ്ട്, -2. ഇവിടെയുള്ള 3നെ കോൺസ്റ്റന്റ് ടേമിനെ ഇപ്പുറത്തേക്ക് കൊണ്ടുവന്നു, അപ്പോൾ +3 ആയി =0. ഇവിടെ x² x² -x² അത് ക്യാൻസൽ ആയി. പിന്നെ എക്സിന്റെ ടേം ഉള്ളത്, എക്സിന്റെ ടേം ഇവിടെ പോസിറ്റീവ് ടേം എക്സും 2x ഉണ്ട്. 2xൽ നിന്നും ഈ 2x പോയി, അല്ലെങ്കിൽ 2ഉം 3ഉം 5x പോയി. അപ്പോൾ 2x - 5x. ഇവിടെ എക്സിന്റെ ടേമിനെ എല്ലാം ചെയ്താൽ ബാക്കി വരുന്നത് -3x ആണ്. -3x. പിന്നെ കോൺസ്റ്റന്റ് ടേമിനുള്ളത് -2ഉം +3ഉം ആണ്. അപ്പോൾ +1 =0 എന്ന് കിട്ടി. ഇനി അവിടെ ഫസ്റ്റ് തന്നെ നെഗറ്റീവ് വേണ്ട, അതുകൊണ്ട് നമ്മൾ -1 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു, അല്ലെങ്കിൽ ഈക്വൽ ടു സൈൻ്റെ അപ്പുറത്തേക്ക് കൊണ്ടുപോകുന്നു. എങ്ങനെ വിചാരിച്ചാലും ഈ 3xനെയും പോസിറ്റീവ് ആക്കും. അപ്പോൾ മൊത്തത്തിൽ സൈൻ മാറുന്നു. അപ്പോൾ 3x - 1 =0. അപ്പോൾ ഇവിടുത്തെ പ്രത്യേകത, ഇവിടെ x² എന്ന ടേം ക്യാൻസൽ ആയിപ്പോയി. x² എന്നുള്ള ടേം ഇല്ലെങ്കിൽ ഇത് സെക്കൻഡ് ഡിഗ്രിയിലല്ല ഉള്ളത്, അതായത് ക്വാഡ്രാറ്റിക് ഇക്വേഷൻ അല്ല. ഇത് x⁻1 എന്നുള്ള ഫോം, x എന്ന ഫോമിലാണ് ഇക്വേഷൻ. 3x ആണ്. ഇത് ലീനിയർ ഇക്വേഷൻ ആണ്, ക്വാഡ്രാറ്റിക് ഇക്വേഷൻ അല്ല. ഇറ്റ് ഈസ് നോട്ട് ദ ഫോം ax² + bx + c = 0. Therefore, the given equation is not a quadratic equation. ഇനി ഇതിൽ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, അതായത് ഫോർത്ത് ക്വസ്റ്റ്യൻ, x - 3 ഇൻറ്റു 2x + 1 = x ഇൻറ്റു x + 5. x - 3 ഇൻറ്റു 2x + 1 = x ഇൻറ്റു x - 5. ഇവിടെയും കഴിഞ്ഞ പ്രോബ്ലം ചെയ്ത പോലെ തന്നെ x ഇൻറ്റു 2x ചെയ്യണം, x ഇൻറ്റു 1 ചെയ്യണം, അതുപോലെ 3 ഇൻറ്റു 2x ചെയ്യണം, -3 ഇൻറ്റു 1 ചെയ്യണം. അപ്പോൾ ആദ്യം x ഇൻറ്റു 2x x ഇൻറ്റു +1 +x, -3 ഇൻറ്റു 2x -6x, -3 ഇൻറ്റു 1 -3 = ഇതേപോലെ തന്നെ x ഇൻറ്റു x² +x ഇൻറ്റു 5 5x. മുമ്പ് ചെയ്ത പ്രോബ്ലങ്ങളിലെ പോലെ തന്നെ എല്ലാത്തിനും ലെഫ്റ്റ് സൈഡിലേക്ക് കൊണ്ടുവരുന്നു. ഇവിടെ 2x² ഉണ്ട്, x² മേലെ അതിലോട്ട് മാറ്റാം. 2x² -x². ഇനി ഇവിടെയുള്ള എക്സിന്റെ ടൈം ഒരു +x ഉണ്ട്, +x മൈനസ് ഇവിടെയുള്ള 6x എഴുതി. ഈ 5xനെ ലെഫ്റ്റിലേക്ക് കൊണ്ടു 5x 2x² -x² +x -6x -5x -3 = 0. ഇനി x² ടൈം 2x² -x², അപ്പോൾ x². ഇനി ഒരു x ഉണ്ട് പോസിറ്റീവായിട്ട്, -6x -5x -11x, x -11x, അപ്പോൾ -10x -3 = 0. ഇത് ക്വാഡ്രാറ്റിക് ഇക്വേഷന്റെ ഫോമിൽ തന്നെയാണ് ഉള്ളത്. ഇറ്റ് ഈസ് ഓഫ് ദ ഫോം ax² + bx + c = 0. Therefore, the given equation is a quadratic equation.